ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് ഞങ്ങൾ 4 ഫ്രണ്ട്സ് ഔട്ടിങ്ങിന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾ വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല, പറഞ്ഞു സെറ്റാക്കി ഇന്ന് പോകാമെന്ന് തീരുമാനിച്ചു, പോയി, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും. ഇതാണ്ടനായിട്ട് തന്നെ പോയ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. വർക്ക് ചെയ്യാത്തൊരു സ്മാർട്ട് വാച്ച് അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതെടുത്ത് കയ്യിൽ കിട്ടി. എന്തായാലും ഒരു വഴിക്ക് പോകണമല്ലോ, ഇരിക്കട്ടെ. പിന്നെ സ്ഥിരമായിട്ട് എൻ്റെ എൻവൈബയുടെ ഒരു ഐലൈനർ എടുത്തിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടു. കണ്ണെഴുതി കണ്ടിട്ടുള്ള എൻ്റെ വെറും പ്രഹസനം മാത്രമാണിത്. പിന്നെ കണ്ണെഴുതിക്കാൻ ഒരു സൈഡ് ശരിയാവാത്തത് പിന്നെ പ്രകൃതി നിയമമായത് കൊണ്ട് തന്നെ അതിവിടെ സംഭവിച്ചു. പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടാൻ പോയി. അങ്ങനെ മുടിയൊക്കെ കെട്ടി സെറ്റായപ്പോഴേക്കും എന്തോ ഒരു അപകടം, ഭയങ്കര ലൈറ്റ് ഡിമ്മായി അവിടെ വെട്ടം പോയ പോലെ. എന്തെങ്കിലായിക്കോട്ടെ. പിന്നെ ഞാൻ റെഡിയൊക്കെ ആയിക്കഴിഞ്ഞു. പിന്നെ കണ്ണാടിയൊക്കെ നോക്കി സെൽഫി എടുത്തു. ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു ഞാൻ സുന്ദരിയാണെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങി ബസ് സ്റ്റോപ്പിലൊക്കെ എത്തി. ബസ് നോക്കി നിന്നു. കൂട്ടുകാരികൾ 2 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ 2 പേരും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ബസ് വന്ന് അവരെത്തി ഗായ്സ്. ഇതാണ് എൻ്റെ ഐഷുവും നെയ്മയും. എന്നിട്ട് പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ നേരെ മറൈൻ ഡ്രൈവിലോട്ട് വിട്ട്. ഒരാളും കൂടെ എൻജോയ് ചെയ്യാനുണ്ട്. അയാൾ വന്നിട്ട് അടുത്ത ക്ലിപ്പിലൊക്കെ ഉണ്ടാവും അയാളിനി. അങ്ങനെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, എവിടെ പോകും എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇരിപ്പാണത്. പിന്നെ ഈ ഒരു കിളിയില്ലേ, ഈ സ്പാരോ, കുറേ നാളുകൾക്ക് ശേഷമുണ്ട് ഞാൻ ഇപ്പോൾ കണ്ടത്. എവിടെ ഒന്നും ഇപ്പോൾ കാണാറ് പോലുമില്ല. അതേ ഡൽഹിനെ എത്തി. അങ്ങനെ ഡൽഹിനെ വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു. ഈ ഒരു മാങ്ങയും പൈനാപ്പിളും മേടിച്ച് പിന്നെ അതും കഴിച്ച് നടന്ന് അങ്ങനെ പോയി. അപ്പം നമ്മൾ വിചാരിച്ചു ലുലുവിൽ പോകാമെന്ന്. എന്നിട്ട് പിന്നെ ഹൈക്കോട്ടിൽ നേരെ ഓട്ടോ പിടിച്ച് നമ്മൾ MG റോഡ് മെട്രോ സ്റ്റേഷനിലോട്ട് ചെന്ന്. മെട്രോ കയറി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുമല്ലോ. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് പിന്നെ മിറർ സെൽഫി മസ്റ്റാണല്ലോ. എന്നെപ്പോലെ ഞാൻ മാത്രമല്ല, ഇവരുണ്ട് എനിക്ക് കൂട്ടിന്. അങ്ങനെ പിന്നെ അവിടെ മിറർ നോക്കി ഫോട്ടോ ഒക്കെ എടുത്ത് നിന്ന്. പിന്നെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതുവരെ ഈ ഒരു ഇതിൽ ടിക്കറ്റ് എടുത്തിട്ടില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ സ്കാനൊക്കെ ചെയ്തു. നമ്മൾ 3 പേര് രക്ഷപ്പെട്ട് ഇപ്പുറത്തോട്ട് എത്തി. ഡൽഹിനൊക്കെ വരാൻ പറ്റിയില്ല, ഡൽഹിനോടെ പെട്ടുപോയി. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ട്, ഞങ്ങൾ 4 പേര് രക്ഷപ്പെട്ട് പോകുന്നു. ഞങ്ങൾ 3 പേരും കൂടെ നടന്നെത്തിയപ്പോഴേക്കും ഒരാൾ വലിയ ആർത്തിന് ചാടി ഫസ്റ്റ് എത്തിയെന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ട്രെയിനൊക്കെ പോകണമെന്ന് നോക്കി അങ്ങനെ നിന്നപ്പോഴേക്കും നമ്മുടെ ട്രെയിനും എത്തി. പിന്നെ നമ്മളിതേ ട്രെയിനിലോട്ട് കയറാൻ പോകണം. ട്രെയിൻ വന്നതിനപ്പോൾ കോമഡി, ഇവിടെ കയറണോ, ഇവിടെ നിർത്തുമോ, അവിടെ കയറണോ, അപ്പുറത്തോട്ട് പോകണോ, ഇവിടെ വേണോ അവിടെ വേണോ എന്നും പറഞ്ഞ് നിന്ന് അന്ന് ഇവിടെ നിൽക്കും, ഇവിടെ തുറക്കുമെന്നും പറഞ്ഞ് നിന്ന് അവസാനം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി. അങ്ങനെ ലുലുവിലെത്തി. എന്താണാവോ, ആരുടെ കൂടെ പോയാലും നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടായിരിക്കും വെച്ച് പിടിക്കണത്. അങ്ങനെ ഇവരുടെ കൂടെ പോയിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട് എടുത്തു. പിന്നെ ബില്ലിങ്ങിനൊക്കെ നിന്ന് പൈസയൊക്കെ കൊടുത്ത് ബില്ലടിച്ച് മേടിച്ചു. നമ്മൾ പിന്നെ ഫുഡും കൊണ്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് സീറ്റ് തപ്പി നടന്നൊരു സീറ്റ് കിട്ടി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഇതൊക്കെയാണ് നമ്മൾ കഴിക്കാനായിട്ട് മേടിച്ച ഐറ്റംസ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞു. വാഷ്റൂമിൽ പോയി കൈയൊക്കെ കഴുകി. പിന്നെ അങ്ങാടിയൊക്കെ തേരാപ്പാര നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴെ ചെന്നിട്ട് ഈ ഒരു ഓറിയോ സോഫ്റ്റ് സെർവ് എന്തോ പറയല, ഈ ഒരു ഐസ്ക്രീം മേടിച്ച് അതും കഴിച്ചവിടെ നിന്നപ്പോഴേക്കും ഈ ഒരു കുഞ്ഞു ചെറുക്കനെ കണ്ടു. അവനാണെങ്കിൽ ആ ബൈക്കിൽ കയറി ഇരിക്കണമായിരുന്നു. എന്നിട്ട് പിന്നെ ആ ചേട്ടൻ പിടിച്ച് മാറ്റി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിത് ഫോട്ടോ സെക്ഷനിലോട്ട് കടന്നു. എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യാന്നും പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കണേന്ന്. പിന്നെ അങ്ങാടൊക്കെ നടന്ന് പിന്നെ നേരെ കറങ്ങി തിരിഞ്ഞ് ഫൺടൂരയിലെത്തി. പിന്നെ അതൊക്കെ നോക്കി അവിടെ നടന്നേച്ചി. അങ്ങനെ നടന്നപ്പോൾ മിറർ, അപ്പം അവിടെ മിറർ സെൽഫി എടുത്തു. ഇത് വേറൊന്നുമല്ല കേട്ടോ, നമ്മളൊന്ന് വെസ്റ്റ് സൈഡിൽ കയറിയതാണ്. പിന്നെ ഇത് ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് വന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലോട്ട് കടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അവർ 2 പേരും അങ്ങോട്ടും ഞങ്ങൾ 2 പേരും ഇങ്ങോട്ടുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 പേരും ബസ്സൊക്കെ കിട്ടി, ബസ് കയറി. പിന്നെ എൻ്റെ സ്റ്റോപ്പത്തിൽ ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് എത്തി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.